ടോപ്പ് ആൻഡ് ടേസ്റ്റിൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവനന്തപുരംകാരുടെ വികാരമായ ബോളി കഴിച്ചിട്ടുണ്ടോ? കല്യാണ സദ്യയിലെ പ്രധാന വിഭവമാണ് പായസവും ബോളിയും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബോളിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇതുണ്ടാക്കാം. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണണം. എന്നാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാവുകയുള്ളൂ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പായസത്തിനോടൊപ്പം കഴിക്കുന്ന ഈ ബോളി നിങ്ങളും ഒന്ന് രുചിച്ച് നോക്കണം. നിങ്ങൾക്കും ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. ഈ ബോളി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ ബോളി ഉണ്ടാക്കാൻ പ്രധാനമായും നമുക്ക് ആവശ്യമുള്ളത് കടലപ്പരിപ്പാണ്. ഞാനിവിടെ 2 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ കടലപ്പരിപ്പ് 3-4 തവണ നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് വേവിക്കാനായി വയ്ക്കണം. കടലപ്പരിപ്പ് വേവിക്കുമ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളം കടലപ്പരിപ്പ് മുങ്ങി നിൽക്കുന്ന രീതിയിൽ മാത്രമേ വെള്ളം ഒഴിക്കാവൂ. ഇതിന് വെള്ളം ഒഴിക്കുന്നതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. കടലപ്പരിപ്പ് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം. ഈ രീതിയിൽ നമുക്ക് വെള്ളം ഒഴിക്കാം. ഒരുപാട് വെന്ത് പോകരുത്. ഇത് വേകുന്നതിന് 6-7 വിസിൽ കേൾക്കുന്നത് വരെ നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഇനിയുള്ള അടുത്ത സ്റ്റെപ്പ് നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാര ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 3 ഏലക്ക ചേർക്കണം. ഇനി ഇതിനെ നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഈ രീതിയിൽ നന്നായിട്ടൊന്ന് അതിനെ പൊടിച്ചെടുക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൈദാ മാവ് കുഴച്ചെടുക്കുക എന്നതാണ്. മൈദാ മാവ് 2 കപ്പ് മൈദാ മാവ് എടുക്കണം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിച്ചു വെച്ച പഞ്ചസാരയും അല്പം ഉപ്പും ചേർക്കാം. നമുക്കിനി പരിപ്പ് വെന്തോ എന്ന് നോക്കണം. അതുകൂടെ ഒന്ന് നോക്കിയിട്ട് വരാം. പരിപ്പൊന്ന് തുറന്ന് നോക്കാം. കടലപ്പരിപ്പ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഒരു സ്പൂൺ വെച്ച് നോക്കിയാൽ മതി. കടലപ്പരിപ്പ് ഈ രീതിയിൽ കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഈ ഒരു അളവ് മതിയാകും. നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷെ ഉടഞ്ഞു പോകരുത്. ഇതിന് വെള്ളം ഒന്ന് വാർന്ന് കിട്ടുന്നതിന് വേണ്ടി ഒരു അരിപ്പിലേക്ക് നമുക്ക് വയ്ക്കാം. നന്നായി വെള്ളം ഒന്ന് വാർന്ന് കിട്ടണം. ഇനി നമുക്ക് മൈദാമാവ് കുഴച്ചെടുക്കേണ്ടതുണ്ട്. മൈദാമാവ് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിൽ നിന്നും ഒരല്പം ലൂസായിട്ട് നമുക്കിതിനെ കുഴച്ചെടുക്കണം. ഇതൊരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിത് മൈദാമാവ് ഉപയോഗിക്കുന്നത്. കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്കിതിനെ കുഴച്ചെടുക്കാം. ഇത് കുഴച്ചെടുത്തതിന് ശേഷം തീരെ കട്ടിക്ക് കുഴയ്ക്കരുത്. അല്പം ലൂസായി തന്നെ നമ്മളിതിൽ കുഴച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ നമുക്കതിനെ കുഴച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇനി മെയിനായിട്ട് ആഡ് ചെയ്യേണ്ടത് നല്ലെണ്ണയാണ്. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. നല്ലെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാം. പക്ഷെ നല്ലെണ്ണയാണ് കുറച്ചുകൂടെ നല്ലത്. നല്ലെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ച് നമുക്കൊരു 10-15 മിനിറ്റ് ഇതിനെ മാറ്റി വയ്ക്കണം. മാവ് കുറച്ചുകൂടെ ഒരു സ്മൂത്തി ആകാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ കുറച്ചുകൂടെ എണ്ണയും കൂടെ വേണമെങ്കിൽ ചേർത്ത് നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇപ്പോൾ തന്നെ ഈ ഒരു രീതിയിൽ നമുക്കിത് കുഴച്ചെടുത്ത് കുറച്ചുകൂടെ എണ്ണ ചേർത്ത് മാറ്റി വയ്ക്കണം. നല്ലട്ടം എണ്ണയാണ് ഞാൻ വീണ്ടും ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വെള്ളം തോർന്ന് കിട്ടിയ പരിപ്പ് കടലപ്പരിപ്പിനെ ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിൽ അടിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നന്നായി തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഈ രീതിയിൽ അതിനെ ഒന്ന് അടിച്ചെടുക്കണം.
തരി ഉണ്ടാകാൻ പാടില്ല. നല്ല ഈ രീതിയിൽ നമ്മളിതിനെ അടിച്ചെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് നെയ്യൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചതായ കടലപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്യണം. ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. തീ ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇത് ഇളക്കണം. ഒരു 2-3 മിനിറ്റ് മാത്രം ഇളക്കിയാൽ മതിയാകും. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര ചേർക്കണം. പഞ്ചസാര ഇതിലോട്ട് ആഡ് ചെയ്യുമ്പോൾ പഞ്ചസാര അലിഞ്ഞ് ഇതിനോടൊപ്പം ചേരും. അപ്പോൾ ഒരു ഈർപ്പം ഉണ്ടാകും. ആ ഒരു പഞ്ചസാര അലിഞ്ഞ ആ ഈർപ്പം മാറുന്നത് വരെ നമ്മളിതിനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒരു കട്ടിയാകുന്നത് വരെ, കുറച്ചുകൂടെ കട്ടിയാകുന്നത് വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ നമുക്കിതിലേക്ക് ചേർക്കാനുണ്ട്. അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ നമുക്ക് ഇളക്കിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളകി വന്നിട്ടുണ്ട്. നമുക്ക് ഈ രൂപത്തിൽ നമ്മുടെ കയ്യിൽ ഉരുട്ടിയെടുക്കാൻ പാകത്തിൽ ആവുമ്പോൾ നമുക്കിത് നിർത്താം. ഈ ഒരു രൂപത്തിലാവുമ്പോൾ നമ്മളിതിനെ ഓഫ് ചെയ്ത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഉരുട്ടിയെടുക്കാം. ഒരു നാരങ്ങ വലുപ്പത്തിൽ നമുക്കിതിനെ ഉരുട്ടിയെടുക്കണം. ഈ ഒരു സൈസ് മതിയാകും. നമുക്ക് എല്ലാ മാവും അങ്ങനെ തന്നെ ആ ഒരു വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. ഞാൻ 2 കപ്പ് കടലമാവിന് ഏകദേശം ഒരു 10-12 ബോളിയോളം നമുക്കിതിൽ ഉണ്ടാക്കാം. ഉരുളയുടെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു നാരങ്ങ വലിപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചതായ മൈദാമാവ്, അതിൽ ആ എണ്ണ ഊറിയിരിക്കുന്നത് കണ്ടല്ലോ, ഈ എണ്ണയെ നമുക്ക് ഒഴിച്ച് മാറ്റണം. മാവ് കുറച്ചുകൂടെ സോഫ്റ്റായിട്ടുണ്ട്. കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ലതുപോലെ സോഫ്റ്റായിട്ടുണ്ട്. ഈ രൂപത്തിൽ നമുക്ക് ഈ മാവ് ഇങ്ങനെ സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇതിൽ നിന്ന് ഒരല്പം മാവ് കയ്യിലെടുത്ത്
ഒന്ന് പരത്തിയെടുക്കണം. ഈ ഒരു അളവ് മതിയാകും. ഇതിനെ ഒന്ന് നന്നായി കയ്യിൽ വെച്ച് തന്നെ പരത്തിയതിന് ശേഷം നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഒരു ഉരുള അതിനകത്തേക്ക് വെച്ച് അതിനെ കവർ ചെയ്യണം. നന്നായി കവർ ചെയ്യണം. ഈ ഒരു രീതിയിൽ നമുക്കത് കവർ ചെയ്ത് എടുക്കണം. മാവ് പുറത്ത് കാണരുത്, കടലമാവ് പുറത്ത് കാണരുത്. ആ രീതിയിൽ ഫുള്ളായി നമ്മൾ കവർ ചെയ്ത് എടുക്കണം. നമുക്ക് എല്ലാ ഉരുളകളും നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് മാവ് പരത്തുന്നത് എങ്ങനെയാണോ പരത്തുന്നത് അതുപോലെ സോഫ്റ്റായി പരത്തണം. ഇത് പരത്തുന്നതിന് നമുക്ക് അരിപ്പൊടി ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ മൈദാമാവ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അരിപ്പൊടി ഉപയോഗിച്ച് ഇതിനെ പരത്തിയെടുക്കാം. അരിപ്പൊടി ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ തരി ഉണ്ടാകും. ഞാനിപ്പോൾ മൈദാമാവാണ് എടുത്തേക്കുന്നത്. കണ്ടില്ലേ? ഈ രീതിയിൽ നമുക്കിതിനെ പതുക്കെ പരത്തിയെടുത്ത് ഇതിലെ മാവെല്ലാം ഒന്ന് പൊടിയൊക്കെ മാറ്റി കളഞ്ഞതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളത് നമുക്കിങ്ങനെ കുഴച്ചെടുക്കാം, പരത്തിയെടുക്കാം. ബാക്കിയുള്ളത് നമുക്കെല്ലാം പരത്തിയെടുക്കാം. ഇനി ചെയ്യേണ്ടത് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ചൂടായതിന് ശേഷം നെയ്യ് പുരട്ടി അതിലേക്ക് പരത്തി വെച്ചിരുന്നത് നമുക്ക് ചുട്ടെടുക്കണം. ഇനി അല്പം കൂടെ നെയ്യ് നമുക്ക് പരത്തി കൊടുക്കാം. അപ്പോൾ തന്നെ മാവ് പൊങ്ങി വരും. ഇതേ കണ്ടില്ലേ? ഇതുപോലെ നന്നായി പൊങ്ങി വരും. ഒരുപാട് സമയം നമ്മൾ കല്ലിലിടാൻ പാടില്ല. പെട്ടെന്ന് തന്നെ ഇതിനെ എടുക്കണം. ബാക്കിയുള്ളത് നമുക്ക് ഇതേ രീതിയിൽ ചുട്ടെടുക്കാം. നെയ്യ് തന്നെ പുരട്ടണം. നെയ്യ് പുരട്ടുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. നമുക്കിതിനെ മറിച്ചിടാം. കണ്ടില്ലേ? ഇതുപോലെ അത് പൊങ്ങി വരും. നല്ല ഭംഗിയായി വെന്ത് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള
പരത്തി വെച്ചിരിക്കുന്നത് നമുക്കിതുപോലെ ചുട്ടെടുക്കാം. ഇന്നത്തെ ബോളി നമ്മൾക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടും. ഇതിനോടൊപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് പായസം വേണമെങ്കിലും നമുക്കിതിനോടൊപ്പം ഉപയോഗിക്കാം. പായസത്തിനോടൊപ്പം ഈ ബോളി കഴിക്കുന്നത് വളരെ നന്നായിരിക്കും. വളരെ ടേസ്റ്റിയുമാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ആവശ്യത്തിന് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. തീർച്ചയായും ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കണം. എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.